ഗുജറാത്തിലെ പോർബന്ധറിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ 3 മരണം. കോസ്റ്റ് ഗാർഡിന്റെ ALH ധ്രുവ് ഹെലികോപ്റ്ററാണ് തകർന്നത്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ തകർന്ന് വീഴാനുള്ള കാരണം അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ആരാണ് ഈ 3 പേർ? ആര്യ, 3 പേരും കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. 2 പൈലറ്റും മറ്റൊരു കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥനും. ഈ കാര്യം ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 3 പേർ മാത്രമായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതും. ആ 3 പേർക്കുമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു 1.5-2 മണിക്കൂർ മുൻപാണ് പോർബന്തറിലെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവിൽ, അതായത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള 1/2 കിലോമീറ്റർ പോലും ദൂരമില്ല, കോസ്റ്റ് ഗാർഡിൻ്റെ ലോജിസ്റ്റിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു റൺവേ അടക്കം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഒരു ഫെസിലിറ്റിയാണ് ഈ എയർ എൻക്ലേവ് എന്ന് പറയുന്നത്. ആ റൺവേയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം വിട്ടാണ് ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുന്നത്. പക്ഷേ ചെറിയ രീതിയിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററിന് എന്നുള്ള കാര്യം അവിടെ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അന്വേഷണം പൂർത്തിയാകാതെ നിലവിൽ ആ കാര്യത്തിലൊരു സ്ഥിരീകരണം കോസ്റ്റ് ഗാർഡും നൽകുന്നില്ല, പറയാനും സാധിക്കില്ല. ഇപ്പോഴെന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ആ അന്വേഷണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടും ഈ അപകടത്തിലേക്ക് നയിച്ച ആ കാര്യം വ്യക്തമാവുക. 2 പൈലറ്റുമാരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. അവരെ മരണം സംഭവിച്ചത് അങ്ങനെ ഡോക്ടർമാരെ സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്ന 3ാമത്തെ ആൾ, അയാൾ എടുത്ത് താഴേക്ക് ചാടിയിരുന്നു. ആ താഴേക്ക് പതിച്ച ആഘാതത്തിൽ കൂടെയാണ് 3ാമത്തെ ആളുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. പരിശീലന പറക്കൽ നടക്കുകയായിരുന്നു. വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള എയർ എൻക്ലേവിലാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത്. 3 പേർ മാത്രമായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന. ആ 3 പേർക്കും പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ മരണം സംഭവിച്ചിരിക്കുന്നു. ശരി.